ഹായ് എവരി വൺ. അപ്പം നമുക്ക് പുതിയൊരു സെഷനിലേക്ക് പോകാം. വേരിയബിൾസ്. എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ? എ വേരിയബിൾ ഈസ് എ നെയിംഡ് സ്പേസ് ഇൻ മെമ്മറി യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ. അതായത് നമ്മൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ മെമ്മറിക്ക് ഒരു പേര് കൊടുക്കും. ആ പേരിന് പറയുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്കതിനകത്ത് പുതിയൊരു ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റും. ആ ആഡ് ചെയ്ത ഡേറ്റ അത് നമ്പർ ആയിക്കോട്ടെ, ക്യാരക്ടർ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ റിട്രീവ് ചെയ്യാനും പറ്റും ഇവിടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനിലൂടെ. അപ്പം നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ നമുക്കിപ്പം എ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ 2 കൊടുക്കുകയെന്ന് വിചാരിക്കാം. നമുക്കതിനകത്ത് 2 എന്നുള്ളത് മാറ്റി നമുക്ക് 3 ആക്കി കൊടുക്കാൻ പറ്റും. പ്രോഗ്രാമിലൂടെ തന്നെയാണ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു വേരിയബിൾ യൂസ് ചെയ്താലും ആ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പായും നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ യൂസ് ചെയ്തു, വേരിയബിളാണ് നമ്മളങ്ങ് യൂസ് ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ഒരിടത്തും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്കൊരു എറർ മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഏതൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായും നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അതിനൊരു സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരാം. അപ്പം ഏത് ടൈപ്പ് ഡേറ്റയാണോ നമ്മൾ ആ വേരിയബിളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ആ ടൈപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ. എന്തുകൊണ്ടാണ് നമ്മൾ വേരിയബിളിനെ സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, CPP എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആദ്യമേ തന്നെ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സിൻറ്റാക്സ് എങ്ങനെയെന്ന് നോക്കാം. ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. അപ്പം എന്ത് ഡേറ്റ ടൈപ്പ് ആണോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണോ നമ്മൾ എഴുതാൻ പോകുന്നത്, ആ വേരിയബിളിലേക്ക് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, അതായിരിക്കണം നമ്മുടെ ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു സ്പേസ് ഇടുക. ശേഷം നമുക്ക് വേരിയബിളിന് ആവശ്യമുള്ളൊരു നെയിം കൊടുക്കുക, സെമിക്കോളൻ. ഈ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് പഠിച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റൂള് അത് നിങ്ങൾ നോക്കണം. ആ റൂൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, വേരിയബിളിൻ്റെ നെയിം കൊടുക്കാനായിട്ട്. എക്സാമ്പിൾസ് നോക്കാം. ഇൻറ്റ് സ്പേസ് ഏജ് സെമിക്കോളൻ. ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളാണ് ഏജ് എന്ന് പറയാം. ഏജ് ഈസ് ദ നെയിം ഓഫ് ദി വേരിയബിൾ. അതുപോലെ തന്നെ ഫ്ലോട്ട് സ്പേസ് ഹൈറ്റ് സെമിക്കോളൻ. ഹൈറ്റ് ഈസ് ദ നെയിം ഓഫ് ദി വേരിയബിൾ ആൻഡ് ഫ്ലോട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദി വേരിയബിൾ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ആയിരിക്കും നമ്മൾ അതിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ക്യാർ സ്പേസ് ഗ്രേഡ് എന്ന് കൊടുത്തു. ഗ്രേഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, എ ആയിരിക്കണോ, ബി ആയിരിക്കണോ, സി ആയിരിക്കണോ എന്ന് പറഞ്ഞ് ഗ്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഗ്രേഡ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ ഈസ് ദ ടൈപ്പ് ഓഫ് ദി ഡേറ്റ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻറ്റ് കൊടുത്തിട്ട് സ്പേസ് ഇടാണ്ട് സാധാരണ കുട്ടികളെ ഏജ് എന്ന് പറഞ്ഞ് സെമിക്കോളൻ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു എറർ മെസ്സേജ് ആയിരിക്കും എപ്പോഴും വരും. നമ്മൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡേറ്റ ടൈപ്പിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം വേണം എന്ത് കൊടുക്കാൻ, വേരിയബിളിൻ്റെ നെയിം കൊടുക്കാൻ. അതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് ഇവയൊക്കെ കീവേഡ്സ് ആണ്, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ കളർ എന്ന് പറയുന്നത്, നമ്മൾ ടർബോ C++ലാണ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവയുടെയൊക്കെ കളർ എന്ന് പറയുന്നത് എഴുതി കഴിയുമ്പം വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ ഈ വൈറ്റ് കളർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെയാണ്, ആ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെയാണെന്ന് പറയാൻ പറ്റും. അഥവാ നമ്മൾ സ്പേസ് ഇടാണ്ടാണ് നമ്മൾ ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇൻറ്റിൻ്റെ കളറ് ആ ഒരു ഗ്രീൻ കളർ തന്നെയായിരിക്കും കിടക്കുക. അങ്ങനെ വരുമ്പോൾ ഓർത്തോണം, നമ്മൾ അവിടെ സ്പേസ് കൊടുത്തിട്ടില്ല, അതൊരു എററായിട്ടുള്ള ഡേറ്റ ആയിരിക്കും എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് നോക്കാം ഇനിഷ്യലൈസിങ് വേരിയബിൾ. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഇനിഷ്യലൈസേഷൻ. വാല്യൂസ് ആഡ് ചെയ്യുന്നതിന് പറയുന്നതാണ്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. നമ്മൾ ഒരു ഫസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് ഏജ് സെമിക്കോളൻ. ജസ്റ്റ് അങ്ങനെ മാത്രം കൊടുത്തിരുന്നാൽ നമുക്ക് ഏജിനകത്ത് വാല്യൂ ഒന്നുമില്ല, അപ്പോൾ അത് ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല.
വേണമെങ്കിൽ പ്രോഗ്രാമിലൂടെ നമുക്ക് കൊടുക്കാം. സി ഔട്ട് എൻ്റർ ദി ഏജ്, സി ഇൻ ഏജ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനിഷ്യലൈസേഷൻ നടക്കുന്നത് റൺ ചെയ്യുന്ന മൊമെൻറ്റിലായിരിക്കും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തതിന് മൊമെൻറ്റിൽ കൂടെ തന്നെ അതിൻ്റെ വാല്യൂസും ആഡ് ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. അതിന് എഴുതുന്ന രീതി ഇൻറ്റ് സ്പേസ് ഏജ് ഈക്വൽ ടു 25 സെമിക്കോളൻ, അത് ആ ഡിക്ലറേഷൻ്റെ കൂടെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് ഏജ് സെമിക്കോളൻ എന്ന് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ ഏജ് ഈക്വൽ ടു 25 എന്ന് കൊടുത്താലും മതിയാകും. അപ്പം ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു ബൈ യൂസിങ് ഈക്വൽ ടു ഓപ്പറേറ്റർ. അതിന് പറയുന്ന ടേമാണ് ഇനിഷ്യലൈസേഷൻ. പിന്നെ നമ്മൾ ഡേറ്റ ടൈപ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പറയുവാണ്. വേരിയബിൾസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ്? ഇൻറ്റ്, ഫ്ലോട്ട് ഓർ ഡബിൾ, അല്ലെങ്കിൽ ക്യാരക്ടർ, ബൂളിയൻ, സ്ട്രിങ്. അപ്പം ഇതൊക്കെ ഡേറ്റ ടൈപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഇൻറ്റീജർ ടൈപ്പ് ഓഫ് ഡേറ്റാസിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുക. അതുപോലെ ഫ്ലോട്ട് ഓർ ഡബിൾ എന്തിനു വേണ്ടിയാണ്? ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ക്യാരക്ടർ ടൈപ്പ് ഓഫ് ഡേറ്റയെ സൂക്ഷിക്കുന്നു. സ്ട്രിങ് ആണെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് തന്നെ, പക്ഷേ എങ്കിൽ എന്താണ്, ഒന്നിലധികം ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യുന്നതാണ് സ്ട്രിങ്. അത് ഡബിൾ കോഡ്സിലാണ് എൻകൗണ്ടർ ചെയ്യുക. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാത്ത ഒരു ഡേറ്റ ടൈപ്പാണ് ബൂൾ എന്ന് പറയുക. ബൂൾ മീൻസ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂവും ഫോൾസും മാത്രം ഔട്ട്പുട്ട് വരിക. ഇപ്പം ഏതെങ്കിലും ഒരു ഡേറ്റ ബിയേക്കാൾ, ഫോർ എക്സാമ്പിൾ എ എന്നുള്ള ഡേറ്റ ബിയേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ സി എന്നുള്ളത് എയേക്കാൾ ചെറുതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പം ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞ ആ ഒരു കേസ്, അങ്ങനെ വരുമ്പോൾ ഇത് ട്രൂ ആയിരിക്കാം, വാല്യൂ ഔട്ട്പുട്ട് കിട്ടുക ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പം ഫോൾസ് ആവാം. അങ്ങനെയുള്ള രണ്ട് ഔട്ട്കം മാത്രം വരുന്നതിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബൂൾ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഈ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എക്സ്ട്രാ ഒന്നും കൂടെ ഞാനെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കിയാലോ. ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് മീൻസ് ഹാഷ് ഈസ് ദ പ്രീ ഡയറക്റ്റീവ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡയറക്റ്റീവ് ആഡ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹാഷ്. അത് പ്രീ പ്രോസസ്സറിലേക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക, ആഡ് ചെയ്യിപ്പിക്കുക. എന്താണ്? iostream.h. IO എന്ന് പറഞ്ഞാൽ ഈ I മീൻസ് ഇൻപുട്ട്, O മീൻസ് ഔട്ട്പുട്ട്. അപ്പം ഇൻപുട്ടും ഔട്ട്പുട്ടും വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രീം ഫയലുകൾ, അതിനെ ഹെഡർ ഫയൽസ് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ .h എന്നുള്ള ആ ഒരു എക്സ്റ്റൻഷൻ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം iostream എന്ന് പറയുന്ന ആ ഒരു സ്ട്രീം ഫയലിനെയും കൂടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുക. ഇതെല്ലാ പ്രോഗ്രാമിലും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് iostream.h. അത് എഴുതേണ്ട രീതിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലെസ് ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ iostream.h എന്ന് യൂസ് ചെയ്യുക. ഇനി ഇത് ടർബോ C++ എന്ന് പറയുന്ന നമ്മുടെ സാധാ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ iostream.h തന്നെ കൊടുത്തിരിക്കണം. ഇനി അതല്ലാതെ ഈ ടർബോ C++ അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളും കൂടെ അവൈലബിൾ ആണ്. ഏതാ? ജെനി IDE എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് C++ ഉണ്ട്, വിഷ്വൽ C++, യുണിക്സ് AT&T C++, GCC അങ്ങനെ പറയുന്ന കുറേ സോഫ്റ്റ്വെയറും കൂടെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കേസിലൊക്കെ സാധാരണ .h ഉപയോഗിക്കാറില്ല. ഈ .h ഉപയോഗിക്കാതെ വരുമ്പോൾ ഉറപ്പായും യൂസിങ് നെയിം സ്പേസ് STD എന്നുള്ളതും കൂടെ കൊടുത്തിരിക്കണം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിലെ ഈ ഐഡൻറ്റിഫയേഴ്സിൽ നിന്നും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന പ്രീ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഐഡൻറ്റിഫയറുകളെ വേർതിരിക്കാൻ വേണ്ടി, ഐഡൻറ്റിഫയേഴ്സ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആ പ്രീ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഐഡൻറ്റിഫയേഴ്സിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിനെയും വേർതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ യൂസിങ് നെയിം സ്പേസ് STD അല്ലെങ്കിൽ നെയിം സ്പേസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. അപ്പം അത് സാധാരണഗതിയിൽ നമ്മൾ ടർബോ C++ൽ കൊടുക്കാറില്ല. ടർബോ C++ൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ സാധാരണ നെയിം സ്പേസ് STD കൊടുക്കാറില്ല. പിന്നെ ഇത് കണ്ടാലും അതിനകത്ത് എറേഴ്സ് ഒന്നും വരാനൊന്നുമില്ല. അതുകൊണ്ടിട്ടാണ് ഇത് എക്സ്ട്രാ ഞാനത് കൊടുത്തിട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻറ്റ് സ്പേസ് മെയിൻ പാരാന്തസിസ് കൊടുത്തിരിക്കുന്നു. ഇൻറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
സാധാരണ നമ്മൾ വോയിഡ് വെച്ചിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. വോയിഡ് വെച്ച് തുടങ്ങുന്നതാണ് എപ്പോഴും പ്രോഗ്രാമിൻ്റെ എറേഴ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ ഇൻഡ് വെച്ച് തുടങ്ങിയത് കൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്ട്രാ ഒരു റിട്ടേൺ എന്നുള്ള ഒരു കീവേഡ് കൂടി കൊടുത്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ഇൻഡ് സ്പേസ് ഏജ് ഈക്വൽ ടു 20. എന്താണ്? ഇൻഡ് ഈസ് ദ ടൈപ്പ് ഓഫ് ദി വേരിയബിൾ ഏജ്. ഏജ് ഇസ് ദ നെയിം ഓഫ് ദി വേരിയബിൾ ആൻഡ് അതിന് വാല്യൂ കൊടുത്തിരിക്കുവാണ് 20 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുവാണ്. ഫ്ലോട്ട് സ്പേസ് ഹൈറ്റ് ഈക്വൽ ടു 5.8. എന്താണ്? ഹൈറ്റ് ഈസ് ദ വേരിയബിൾ നെയിം, മുമ്പേ പറഞ്ഞിരുന്നു. ഫ്ലോട്ട് ഈസ് ദ ടൈപ്പ് ആൻഡ് അതിനൊരു വാല്യൂ കൊടുത്തിരിക്കുവാണ് 5.8 എന്നുള്ളത്. ക്യാർ സ്പേസ് ഗ്രേഡ് ഈക്വൽ ടു ബി. അപ്പോൾ ബി എന്നുള്ള ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, സിംഗിൾ കോട്ട്സിൽ തന്നെ കൊടുത്തിരിക്കണം. ഗ്രേഡ് ഈസ് ദ നെയിം ഓഫ് ദി വേരിയബിൾ. സി ഔട്ട് ഏജ് ഈക്വൽ ടു ഏജ് ലെസ് ദാൻ എൻഡൽ സെമികോളൻ. ആ ഒരു സെൻറ്റൻസിൽ സി ഔട്ട് എന്താണെന്ന് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് ഒരു സെഷനിൽ ഞാൻ പറയുന്നുണ്ട്. സി ഔട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ലെസ് ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷം ഏജ് ഈക്വൽ ടു എന്നുള്ള നമ്മൾ ഡബിൾ കോട്ട്സിലേക്ക് കൊടുത്തിരിക്കുന്ന ആ കൊടുക്കുന്ന ഡേറ്റ അത് അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരും. ഏജ് ഈക്വൽ ടു എന്ന് തന്നെ എഴുതി വരും. ശേഷം ലെസ് ദാൻ ഏജ് എന്ന് പറയുമ്പം ആ ഏജ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, നമ്മുടെ വേരിയബിളിൻ്റെ പേരാണ്. സോ വേരിയബിളിനകത്തുള്ള വാല്യൂ 20 എന്നുള്ളതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ശേഷം വീണ്ടും ലെസ് ദാൻ എൻഡൽ സെമികോളൻ. ഹിയർ എൻഡൽ എന്ന് പറഞ്ഞാൽ ലൈൻ എൻഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എൻഡൽ എന്ന് പറഞ്ഞാൽ ആ ലൈൻ എൻഡ് ചെയ്യുക. ഇനി നമ്മൾ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിനൊരു പ്രശ്നം ഉണ്ടാകും. എന്താണ്? നമ്മൾ അടുത്ത ലൈൻ എൻ്റർ ചെയ്യുമ്പോൾ സി ഔട്ട് ഹൈറ്റ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എഴുതി വരുന്നത് എന്തായിരിക്കും? അവിടെ ഹൈറ്റ് ഈക്വൽ ടു എന്നുള്ളത് എഴുതി വരും. ഹൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ലെസ്സാന് ശേഷം എഴുതി കൊടുത്തു. അപ്പോൾ ഹൈറ്റ് എന്നല്ല വീണ്ടും വരിക. എന്താണ്? അതിനകത്തുള്ള വാല്യൂ. കാരണം ഹൈറ്റ് ഡബിൾ കോട്ട്സിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വാല്യൂ ആയ 5.8 എന്നുള്ളത് എഴുതി വരും. അപ്പോൾ നമ്മൾ മുമ്പത്തെ ലൈനിൽ എൻഡൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് അത് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഏജ് ഈക്വൽ ടു 20 അതിനോടൊപ്പം തന്നെ ഹൈറ്റ് ഈക്വൽ ടു 5.8 എന്നായിരിക്കും വരിക. അങ്ങനെ വരുമ്പം ആ ഒരു ഔട്ട്പുട്ട് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടി നമ്മൾ ആ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക? എൻഡൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സി ഔട്ട് ഗ്രേഡ് ഈക്വൽ ടു ഗ്രേഡ് സെമിക്കോളൻ. അപ്പോൾ ഗ്രേഡിനകത്തുള്ള വാല്യൂ ബി എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് വരും. പിന്നെ നോക്കിക്കേ, റിട്ടേൺ 0 എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ? റിട്ടേൺ 0. നമ്മൾ ഇൻഡ് എന്ന് പറഞ്ഞാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? റിട്ടേൺ 0 അല്ലെങ്കിൽ റിട്ടേൺ 1 അങ്ങനെ നമ്മളൊരു വാല്യൂ ഉറപ്പായും കൊടുത്തിരിക്കണം. പിന്നെ പ്രോഗ്രാമിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കേസുണ്ട്. എല്ലാ ലൈനും അത് ഇൻഡ് മെയിൻ എന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കേളി ബ്രാക്കറ്റ് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ലൈനിലും ഉറപ്പായും നമ്മളൊരു ഡേറ്റ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സെമികോളൻ. അപ്പം C++ പ്രോഗ്രാമിനാണെങ്കിലും ജാവ പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ എല്ലാ ലൈനും മസ്റ്റ് ബി എൻഡ് വിത്ത് സെമികോളൻ. ആ ഒരു കാര്യം എല്ലാവരും സ്പെഷ്യലായിട്ട് ഓർത്തിരുന്നോണം. കാരണം വെച്ചാൽ നമ്മളത് സാധാരണ മറന്നു പോകുന്നൊരു കേസാണ്. അങ്ങനെ മറന്നു കഴിഞ്ഞാലും അവിടെ എറർ ആയിരിക്കും വരിക. സെമികോളൻ്റെയൊക്കെ ഒരു എറർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക് സെമികോളൻ സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ് സെമികോളൻ എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ അത് കാണിക്കുന്ന തൊട്ട് താഴത്തെ ലൈനിലായിരിക്കും എറർ കാണിക്കുക. അപ്പോൾ ഓർത്തോണം, ആ എറർ കാണിക്കുന്നതിന് തൊട്ട് മുമ്പെയുള്ള ലൈനിൽ ഉറപ്പായും നമ്മൾ സെമികോളൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണ് അതിൻ്റെ എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടെ നമുക്ക് നോക്കിയാലോ? ഔട്ട്പുട്ടിനകത്ത് കിടക്കുന്ന നോക്കിക്കേ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏജ് ഈക്വൽ ടു 20. നമ്മൾ കണ്ടോ, ഏജിൻ്റെ എ ക്യാപിറ്റലല്ലേ കൊടുത്തിരുന്നത്, അതുപോലെ തന്നെയല്ലേ ഏജ് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് ഈക്വൽ ടു 5.8, ഗ്രേഡ് ഈക്വൽ ടു ബി. അപ്പം നമ്മൾ ഡബിൾ കോട്ട്സിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യും. ഡബിൾ കോട്ട്സ് ഇല്ലാണ്ട് കൊടുത്താൽ ആ ഡേറ്റയ്ക്കകത്തുള്ള വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഈ സി ഔട്ടിനെ പറ്റിയും സി ഇന്നിനെ പറ്റിയും അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഷനും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ.